ഞാൻ പരമൻ അന്നമനട ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാനാണ്. പരമൻ അന്നമനട എന്ന് പറഞ്ഞാൽ അന്നമനട പഞ്ചായത്തിലെ ആ പരിസരത്തും നമ്മുടെ ചാലക്കുടി മാള മേഖലയിലും പൊതുവിൽ നമ്മുടെ ആഗ്രഹിക്കപ്പെടുന്നൊരു കലാകാരനായിരുന്നു. ദീർഘകാലത്തെ നാടകത്തിൽ അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ സംഗീത രംഗത്തുമെല്ലാം സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ പഴയ ഞങ്ങളുടെ കലാസമിതിയിലെ എല്ലാ സജീവ പ്രവർത്തനങ്ങളിലും മാളാരവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ഈ കേരളത്തിന് അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാർ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ പാരമ്പര്യമുള്ള ഓർമ്മയ്ക്കായിട്ട് പരമന്നരുടെ ഫൗണ്ടേഷൻ രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ വന്ന ശേഷം കഴിഞ്ഞ 4 വർഷമായിട്ട് അവാർഡ് വരികയാണ്. അപ്പോൾ അതിൻ്റെ ജൂറിയായിട്ട് അതിൻ്റെ ജൂറി ചെയർമാൻ വിജയരമാഷാണ്, ഒരാൾ മധുബാലകൃഷ്ണനാണ്, ഒരാൾ നമ്മുടെ കൂടെ പങ്കെടുക്കുന്ന ബാബുരാജ് മാഷാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഒരാൾ അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഈ ഫൗണ്ടേഷൻ ചെയർമാനായിട്ടുള്ള സുനിത ജീവൻ, ഫൗണ്ടേഷൻ സെക്രട്ടറി ഈ ജൂറി മെമ്പർ കൂടിയായിട്ടുള്ള ബാബുരാജ് മാഷ്, അതുപോലെ ഡാൻസിൻ കലാകാരൻ എന്നിവരാണ്. അപ്പോൾ ഈ അവാർഡ് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ വിജയരമാഷ് എന്നിവിടെ മാഷ്ക്ക് സൗകര്യം പോലെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതെല്ലാം കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഈ അവാർഡുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ജൂറി അംഗം കൂടിയായിട്ടുള്ള ബാബുരാജ് മാഷ് ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹലോ, കേൾക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രാമത്തിലെ ആദ്യത്തെ സംഗീതജ്ഞനായിട്ട് നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ അന്നമനട പരമൻ, അല്ലെങ്കിൽ പരമൻ അന്നമനട. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അന്നമനട പരമൻ ഫൗണ്ടേഷൻ, അന്നമനട ഗ്രാമപഞ്ചായത്തും അതേപോലെ തന്നെ അന്നമനടയിലെ കലാസാംസ്കാരിക മേഖലയിലെ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തികളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബങ്ങളും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് പരമൻ അന്നമനട ഫൗണ്ടേഷൻ. അത് മരിച്ചിട്ട് ഈ ജനുവരി 26-ന് 4 വർഷം തികയാണ്. ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സമുന്നതനായ കലാകാരന് അവാർഡ് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്നാമത്തെ പ്രഥമ അവാർഡ് നമ്മൾ ശ്രീകുമാരൻ നമ്പിക്കാണ് നൽകിയത്. അതിനുശേഷം രണ്ടാമത്തെ അവാർഡ് പി ജയേന്ദ്രൻ എന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാവഗായകനാണ് അവാർഡ് നൽകിയത്. മൂന്നാമത്തെ അവാർഡ് നമ്മുടെ സ്ഥിരം സാന്നിധ്യമായ നമ്മുടെ നാട്ടുകാരനായ വിദ്യാധരൻ മാഷ്ക്കാണ്. നാലാമത്തെ അവാർഡ് ആർക്ക് വേണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ച് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഓർമ്മയിൽ വന്നത് സീനിയോറിറ്റി, നമ്മൾ ഒരു പരിധിവരെ നമ്മൾ സീനിയോറിറ്റി കണക്കാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ട്, അതുപോലെ മധുബാലകൃഷ്ണൻ, വിദ്യാധരൻ മാഷ് അടങ്ങുന്ന സമിതി ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയിൽ വന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂരിയുടെ പേരാണ്. അങ്ങനെ വിദ്യാധരൻ മാഷ് അതുമായിട്ട് സംസാരിച്ചു. അത് വളരെ സ്നേഹപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ അവാർഡിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ജൂറി ചെയർമാനായിട്ടുള്ള വിദ്യാധരൻ മാഷ് ആയിരുന്നു ഇന്നിവിടെ ഇത് നടത്തേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം ഇവിടെ വരാമെന്ന് ഏറ്റിരുന്നെങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത രീതിയിൽ ശാരീരികമായി ചില അസ്വസ്ഥതകൾ വന്നതുകൊണ്ട് ഞങ്ങൾ വന്നവർ ഇന്നിപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനം നടത്തുകയാണ്. ഇപ്പോൾ പരമൻ അന്നമനട ഫൗണ്ടേഷൻ്റെ 4ാമത്തെ സർഗപ്രഭാ പുരസ്കാരം
നമ്മൾ നൽകുന്നത് ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവർകൾക്കാണ്. ഈ അവാർഡ് സമർപ്പിക്കുന്നത് ഈ പരമൻ അന്നമനടയുടെ സ്മൃതി ഓർമ്മദിനമായ ജനുവരി 26-ാം തീയതിയാണ്. ആ ജനുവരി 26-ാം തീയതി ഏതെങ്കിലും നമ്മുടെ കേരളത്തിലെ ഒരു മിനിസ്റ്ററായിരിക്കും അവാർഡ് കൊടുക്കുന്നത്. ഇതേവരെ നാം 3 അവാർഡ് കൊടുത്തതും മിനിസ്റ്റർമാരായിരുന്നു. നമ്മുടെ കൊടുങ്ങല്ലൂർ MLA അതിൽ അധ്യക്ഷത വഹിക്കും. ഇത്തവണ മിനിസ്റ്റർ ആയിരിക്കും എന്ന് ഉറപ്പ് പറയുന്നു. പക്ഷെ എന്തോ കാര്യം എന്ന് വെച്ചാൽ 26-ാം തീയതി അത് കൃത്യമായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് മിനിസ്റ്റർമാർക്ക് ഓരോ ജില്ലകളിലും പ്രത്യേകം ചുമതല, ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് ചുമതല കൊടുക്കുന്നുണ്ട്. അത് ഇന്നും നാളെ ആയിട്ട് അസംബ്ലിയിൽ തീരുമാനം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് അതിപ്പോൾ നമുക്ക് പറയാം ഏത് മിനിസ്റ്റർ ആയിരിക്കും എന്നിപ്പോൾ പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു മിനിസ്റ്റർ ആയിരിക്കും ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാർത്ത ഏറ്റവും നല്ല രീതിയിൽ പത്രത്തിൽ വരണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്. പിന്നെ അതോടനുബന്ധിച്ച് നമ്മളുടെ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി രചിച്ച് സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളുടെ സംസ്ഥാന തലത്തിലുള്ള ഒരു, നമ്മളെല്ലാ വർഷവും അത് ചെയ്യുന്നുണ്ട്, ഒരു ഗാനാലാപന മത്സരം നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ അതിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള ശ്രീ കലാഭവൻ ബെൻസൺ നമ്മളോട് പറയുന്നതായിരിക്കും. മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ മൈക്ക് അദ്ദേഹത്തിന് കൈമാറും. നമസ്കാരം, ഞാൻ കലാഭവൻ ബെൻസൺ, സിംഗറാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും പരമൻ നമ്മുടെ ഫൗണ്ടേഷന്റെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ചലച്ചിത്ര ഗാനാലാപന മത്സരം നടത്തിയിരുന്നു. ഏകാദി വർഷം ശ്രീകുമാരൻ നമ്പി എഴുതിയ ഗാനങ്ങളുടെ മത്സരം. അന്ന് ആ വർഷം അദ്ദേഹത്തിനായിരുന്നു നമ്മൾ അവാർഡ് കൊടുത്തത്. ശേഷം ബാബുനായകൻ ജയന്തരന്റെ ഗാനം ഉൾപ്പെടുത്തിയ ഗാനമത്സരം, അതും നമ്മൾ ആ വർഷം പിന്നീട് നടത്തുകയുണ്ടായി. കഴിഞ്ഞ വർഷം വിദ്യാധരൻ മാഷയുടെ ഗാനങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചലച്ചിത്ര ഗാനാലാപന മത്സരം നടത്തിയത്. ഈ വർഷം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ ഗാനങ്ങൾ അദ്ദേഹം എഴുതിയതോ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തതോ ആയിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരമാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് നടത്തുന്ന വിധം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 10,000 രൂപ, 7,000 രൂപ, 5,000 രൂപ സമ്മാനം നിശ്ചയിച്ചുകൊണ്ടാണ്. അത് നമ്മൾ നോട്ടീസിൽ മെൻഷൻ ചെയ്തിട്ടില്ല, അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. 10,000 രൂപ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് 7,000 റുപ്പീസ്, തേർഡ് പ്രൈസ് 5,000 റുപ്പീസ് പ്ലസ് മെമൻഡോ. മറ്റൊരു കാര്യം, ഇത് സീനിയർ വിഭാഗത്തിന് മാത്രമാണ് ഈ മത്സര ക്രമമുള്ളത്, മീൻസ് സമ്മാനമുള്ളത്. കൂടാതെ നമ്മൾ ഇതിന്റെ കൂടെ ജൂനിയേഴ്സിനും സൂപ്പർ സീനിയേഴ്സിനും വേണ്ടി മത്സരം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രായം കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇത് ജൂനിയർ വിഭാഗത്തിൽ 10 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ, സീനിയർ വിഭാഗത്തിൽ അതിന്റെ പ്രധാന മത്സരം നടക്കുന്നത് ഈ സീനിയർ വിഭാഗത്തിലാണ്. 16 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള വ്യക്തികൾക്കുമാണ് സീനിയർ വിഭാഗത്തിലുള്ള മത്സരം. 25-ന് മുകളിൽ പ്രായമുള്ളവരുടെ മത്സരം പിന്നെ പ്രായപരിധിയില്ല, അതിന് സൂപ്പർ സീനിയർ വിഭാഗമായിട്ട് കണക്കാക്കുന്നു. അവർക്ക് സമ്മാനം നമ്മൾ താരതമ്യേന മെമൻഡോ കൊടുക്കുന്നുണ്ട്, ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്. വലിയ ക്യാഷ്, ഇതുപോലെയുള്ള വലിയ ക്യാഷ് അവാർഡല്ല എന്ന് മാത്രം. അപ്പൊ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുന്നു. മറ്റൊരു കാര്യം, കൈതപ്പുറം നമ്പൂതിരി ഏതാനും ഏകദേശം 400ഓളം ഗാനങ്ങൾ എന്നാണ് കഴിഞ്ഞ ദിവസം വരുന്നത്, എനിക്ക് വായിക്കാൻ അറിയായിട്ട്. അപ്പൊ ആ മത്സരം തികച്ചും നല്ലൊരു മത്സരമായിരിക്കുന്നത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമുക്ക് അറിയപ്പെടുന്ന ധാരാളം ക്ലാസിക്കൽ ഗാനങ്ങളൊക്കെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, അപ്പോ മത്സരത്തിന്റെ കാര്യം ഒന്ന് സൂം ചെയ്ത് എഴുതുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നു. ഏറ്റവും ഞാൻ അതാണ് പറയാൻ പാടുന്നത്. ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്നത് മത്സരാർത്ഥികൾ ബന്ധപ്പെടേണ്ട കോൺടാക്ട് നമ്പറാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് മുമ്പൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ ഈ വർഷം നമ്മൾ ചെയ്തിരിക്കുന്നത് 300 രൂപയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട്. മത്സരം നടത്തുന്നത് 17-ാം തീയതിയാണ്. മത്സരം നടത്തുന്നത് 17-ാം തീയതി ശനിയാഴ്ചയാണ്. ഇതിന്റെ ഫൈനൽ ഫിനാലെ നമ്മൾ നടത്തുന്ന മത്സരം അന്ന് പ്രമുഖരിരിക്കുന്ന വേദിയിലാണ്. ഇതിന്റെ ഫൈനൽ, അത് സീനിയേഴ്സിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് 26-ാം തീയതി ഈ പ്രോഗ്രാം നടക്കുന്ന അന്നാണ്. ഈ പരമൻ ഫൗണ്ടേഷന്റെ അവാർഡ് ദാന ചടങ്ങിന്റെ അന്നാണ്. പ്രാഥമിക മത്സരം നടക്കുന്നത് 17-ാം തീയതിയാണ്. ക്ലിയർ? ഉണ്ട് സാറേ. അതായത് നമ്മൾ അത് വലിയൊരു എമൗണ്ട് അല്ലാത്തതുകൊണ്ടാണ് എമൗണ്ട് പറയാത്തത്.
2000 2000 rupees ഉള്ളൂ ജൂനിയേഴ്സ്. 3000, 2000, 1000. 2000, 1500, 2000, 1500, 1000. സൂപ്പർ സീനിയറിനും 2000, 1500, 1000. അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മള് സീനിയർ അത് പുതിയ വളർന്നു വരുന്ന ഒരു തലമുറയാണല്ലോ എന്ന് കണക്കാക്കിക്കൊണ്ടാണ് അവർ പലരും ഇപ്പോൾ ചാനലിലൊക്കെ പാടുന്നുണ്ട്. നമ്മൾ അവിടുന്ന് സമ്മാനം കിട്ടിയവരൊക്കെ ഇപ്പൊ പലരും ചാനലിലൊക്കെ ഉണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ നടത്തുന്നു ആ മേഖല, ആ ഏജ് ഗ്രൂപ്പിൽ. 14 വയസ്സ് വരെ ആ ഒരു പ്രായത്തിലാണല്ലോ 14, 24 വയസ്സ് പലപ്പോഴും കൂടുതൽ മത്സരങ്ങൾ ഇല്ല. അതെ, ഇറങ്ങിയിട്ട് വേണം മത്സരാർത്ഥികൾ ഇനി ഇത് കണ്ടറിഞ്ഞു വരാനായിട്ട്. അപ്പൊ കഴിഞ്ഞ വർഷം 60 പേരോടത്തോളം അഖില അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. 60 പേരോടത്തോളം, സോറി, അപ്പൊ ഇതുകൊണ്ട് 100ഓളം പേരുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ജില്ലാ പോകുന്ന നല്ലോണം ആൾക്കാർ. സാറേ ഒരു കാര്യം കൂടി അതിന്റെ പറഞ്ഞോട്ടെ. അതായത് മദ്രാസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി അമ്മു ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞൊരു നർത്തകി നമ്മുടെ പ്രോഗ്രാമിന്റെ അന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അമ്മു ഔസേപ്പച്ചൻ എന്നാണ് അവരുടെ പേര്. അവര് ഭരതനാട്യം നർത്തകിയാണ്. അവര് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അന്ന് ഭരതനാട്യത്തിലൂടെ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്നത്. 26-ാം തീയതി, റിപ്പബ്ലിക് ഡേ 17-ാം തീയതിയാണ് പ്രാഥമിക ചലച്ചിത്രഗാന മത്സരം. ഫൈനൽ റൗണ്ട് 26. മുംബൈ. ഞങ്ങളുടെ പ്രസിഡന്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇങ്ങനെ ഈ ഫൗണ്ടേഷൻ എന്ന ഞങ്ങളുടെ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരാണോ അവരാണ് ഫൗണ്ടേഷന്റെയും പ്രസിഡന്റ്. അങ്ങനെ ഫൗണ്ടേഷന്റെ നേരിട്ടുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതുതായി ചുമതല ഏറ്റെടുത്ത ശ്രീമതി സുനിത സജീവൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. നമസ്കാരം. പരമനാരായണ ഫൗണ്ടേഷന്റെ 4ാമത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും അത് നടക്കുന്നതിന് മുമ്പ് ഇരിക്കുന്ന മത്സരങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിച്ചു. നമുക്കറിയാം അന്നമനട പഞ്ചായത്തും അതേപോലെ തന്നെ അന്നമനട ഫൗണ്ടേഷൻ, പരമൻ അന്നമനട ഫൗണ്ടേഷനും കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നത്. ജനുവരി 26-നാണ് ഓഡിറ്റോറിയം ചെമ്പിക്കാടത്തെ NSS കരയോഗ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. അതിനു മുന്നോടിയായിട്ട് ഇവിടെ മത്സരത്തിന്റെ കാര്യം പറഞ്ഞു. അത് 17 ശനിയാഴ്ച GUPS സ്കൂളിലാണ് ജൂനിയറും സീനിയറും സൂപ്പർ സീനിയർ വിഭാഗത്തിൽ മത്സരങ്ങൾ നടക്കുന്നത് എന്ന് ഇവിടെ സൂചിപ്പിച്ചു. അന്നമനട GUPS സ്കൂളിലാണ്. അപ്പോൾ അതിൻ്റെ നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 100-ൽ പരം മത്സരാർത്ഥികളാണ് അന്ന് അവിടെ പങ്കെടുത്തിരുന്നത്. മുൻകാലങ്ങളിലും കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ പങ്കെടുത്തിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് എല്ലാവരും ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിൽ കൂടുതലൊന്നും കിടക്കുന്നു. ഒരു നിധി ഞങ്ങള് അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച് അതിന്റെ ഒരു സ്ഥിര നിക്ഷേപത്തിന്റെ പലിശയുണ്ട് അവാർഡിലേക്ക്. പിന്നെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഞങ്ങൾ ദീർഘകാലത്ത് പരിശ്രമങ്ങൾ ഉണ്ടാക്കിയ ഒരു ചെറിയ ഡെപ്പോസിറ്റ് ഉണ്ട്. പിന്നെ പഞ്ചായത്ത് ധനസഹായം ഉണ്ട്. പിന്നെ പൊതുജനങ്ങളുടെ സ്പോൺസർമാരുടെ സഹായം. പൊതുവെ നമ്മുടെ ജില്ലയ്ക്കകത്ത് നന്നായിട്ട് നടന്നു വരുന്ന ഒരു പരിപാടിയാണ്. എന്റെ അന്നമനട ബാബുരാജ് എന്ന് പറയും, മ്യൂസീഷ്യനാണ്. മാസ്റ്ററാണ് സാധകം എന്ന് പറഞ്ഞ പുസ്തകം ഇപ്പോ സംസ്കൃത കോളേജിലൊക്കെ മ്യൂസിക് കോളേജിലൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകം പഠിപ്പിക്കാനുണ്ട്.